വെൽക്കം ബാക്ക് ടു എന്നുള്ളൊരു പുതിയൊരു വീഡിയോയിലേക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റിൽ എനിക്കാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു പുതിയൊരു വീട് തന്നു. അപ്പോൾ ഓൻ പറഞ്ഞിരിക്കുന്ന ഈ ഗെയിമത്തെ പൈസ ഒരു 150 കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു വീട് തരാം. സോ വീട് ഞാനും കണ്ടിട്ടില്ല. സോ നിങ്ങളും സർപ്രൈസ് ആവും, ഞാനും സർപ്രൈസ് ആവും അറിയില്ല. പക്ഷെ അവൻ അതിൽ പറഞ്ഞത് മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെസ്റ്റാണ്. സോ അതിൽ ഏറ്റവും കൂടുതൽ ചെസ്റ്റാണുള്ളത്. ആ ചെസ്റ്റ് നീ തുറക്കുമ്പോൾ നീ ഞെട്ടിപ്പോകുമെന്ന്. സോ അപ്പം നമുക്ക് എന്തായാലും ഒന്ന് തുറന്നു നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ഇതേമാതിരത്തെ കൂടുതൽ വീഡിയോസ് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്കും കൂടി ചെയ്യുക. പിന്നെ അത് മാത്രമല്ല ഇതേമാതിരത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഫ്രണ്ട്സ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോ കിടക്കാം. ഇതാണ് ആ ഒരു വീട്. സോ ഡിഫിറ്റൽ നോക്കണമെങ്കിൽ ഒരു കിടില ഒരു വീട് തന്നെയാണ്. സോ അത്യാവശ്യം പോരാ, വീടിൻ്റെ ലുക്കൊന്നും പോരാ, ഒരു കുഴപ്പമില്ലാത്തൊരു വീടുമാതിരി. പിന്നെ ഫുള്ള് ചെസ്റ്റാണ്. ഓക്കെ, 1 2 3 4 5 6 7 8 9 10 11. പിന്നെ മുകളിലാണോ 12 13 14 15 16 എണ്ണം ഉണ്ട് ടോട്ടൽ. സോ മുകളിൽ 5 4 5 എന്നുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ എനിക്കാണ് 150 ഉറുപ്പ്യാണ് ഈ ഒരു വീടിന്. സോ ഈ ഒരു വീടിന് നമ്മൾ ഗെയിമത്തെ പൈസയാണ് 150 ഉറുപ്പ്യാണ് എനിക്ക് ഈ ഒരു വീടിന് തന്നിരിക്കുന്നത്. 150 ഉറുപ്പ്യ്ക്കൊന്നും ഇല്ല. പക്ഷെ അവൻ പറഞ്ഞ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും നീ എക്സ്പ്ലോർ ചെയ്യണം, ലാസ്റ്റ് അഴിക്കാണ്ട് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അവന് പറഞ്ഞ് മെയിനായിട്ട് അതിലുള്ള ചെസ്റ്റാണ്. അപ്പോൾ ചെസ്റ്റ് ഒന്ന് ആദ്യം തുറന്നു നോക്കാം. എടാ എടത്തുനിന്ന് ഞാൻ ക്രിയേറ്റീവ് കളിക്കണേ. എനിക്കില്ല എന്തോ പന്തികേടുമായി തോന്നണേ. ഇതൊന്നും ഇതിലെന്തോ ഒരു പന്തികേടുമായി തോന്നണേ. എടാ ഫുൾ 64 64 എന്താണത്? നോക്കടാ, എടാ നോക്ക്, എടാ എനിക്ക് വയ്യ എന്തൊക്കെയാണത് ഗൈസ്. എനിക്കൊരു ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ഇത് അത്രയും കിടിലാണ്. എടാ ഓൻ ക്രിയേറ്റീവ് ചെയ്ത് പിന്നെ വീട്ടിലെല്ലാ സാധനങ്ങളും ഇട്ട് പിന്നെ ഓൻ സർവൈവ് ആക്കി എനിക്ക് തന്നതാണോ? എനിക്കൊരു ഡൗട്ട് മാതിരി. ഇവിടുത്തെ ചെസ്റ്റ് ഓർമ്മ നോക്കാം. അത് വീടുണ്ടാക്കിയതാണ്. ഇത് വീടുണ്ടാക്കിയ സാധനങ്ങളാണ്. കുറേ ഒന്നും കഴിയാനൊക്കെ ആയിട്ടുണ്ട്. കത്തി, ഇതിൽ 2 3 4 കത്തിയൊന്നും കാണാനില്ല. സോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് റെഡിയാക്കാം. ഓക്കെ, ഡ്രസ്, ആർമർ. എടാ ഇത് ഈ കണക്കിന് പോവില്ല കേട്ടോ ഗൈസ്. ഈ ഒരു വീട് ഇത്രയ്ക്കും ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഫുഡ് അവിടെ എന്താ ഫുഡ്? എടത് എന്താണ് ഇത്രയും ഇത്രയും ഫുഡ് എടുത്തിട്ട് ഇവനാണ് ഇതൊന്നും കഴിച്ചില്ല, ഇവനിതൊന്നും ഉപയോഗിച്ചില്ല ഗൈസ്. എനിക്കൊരു ഒറ്റ കാര്യം പറയാനുള്ളൂ, മറ്റൊന്നുമല്ല. ഇത് ക്രിയേറ്റീവാണ്. ഇത് ക്രിയേറ്റീവ് ചെയ്തിട്ട് ഇത്രയും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് പിന്നെ അവന് സർവൈവ് ആക്കി എനിക്കാണ് 150 ഉറുപ്പ്യക്ക് തന്നത്. ഇതിപ്പോൾ ഇതിനെക്കാട്ടി ലുക്കിൽ എനിക്ക് വീടുണ്ടാക്കി ഈ സാധനങ്ങളൊക്കെ ഇട്ടാൽ മതി. പക്ഷെ നമ്മൾ വീട്ടിൽ പാലൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഗൈസ്, പാലൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അവിടെ തീ അതൊക്കെ കത്തിച്ച് വെച്ചിരിക്കുന്നു. എന്തിനാടാ ഇതെന്തായാലും ഞാൻ അവനൊന്ന് വിളിച്ചു നോക്കട്ടെ. സോ ഇതെന്താണ് സംഭവം എന്നൊന്നും എനിക്കറിയില്ല. നമുക്കൊന്ന് വിളിച്ചു നോക്കാം. കാരണം ഇവന് ഇമ്മാരത്തെ പണിയൊക്കെ കാണിക്കാനാണോ വരുന്നത്? കാരണം ഞാൻ എൻ്റെ 150 ഉറുപ്പ്യ വെറുതെ കൊണ്ടുകൊടുത്ത് നോക്കിയിട്ട് വിളിക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ അവനെ വിളിച്ച് നോക്കി. സോ പറഞ്ഞു തന്നാൽ ഇത് ശരിക്കും അവൻ സർവൈവൽ ചെയ്തതാണ്. ഇവിടെ വീട്ടിൽ പാർട്സൊക്കെ നോക്കി പകുതിയൊക്കെ സത്യം പറഞ്ഞതൊക്കെ ഇവൻ സർവൈവ് ചെയ്താണ്. സോ എനിക്കിത് ആദ്യം പറഞ്ഞപ്പോൾ അവന് വിശ്വാസമായില്ല. സോ ഞാൻ അവൻ റെക്കോർഡ് ചെയ്യണ്ട പറഞ്ഞുകൊണ്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്യാത്തത്.
അവൻ പറഞ്ഞു ഇത് അവൻ സർവൈവ് ചെയ്തതാണ്. ഓക്കെ, ഞാനാണെങ്കിൽ അത്ര വിശ്വാസമായില്ല. അപ്പോൾ ഞാനാണ് നോക്കാൻ വിചാരിച്ചിട്ട് അവൻ്റെ അക്കൗണ്ട് കയറി. സോ അവൻ്റെ അക്കൗണ്ടിൽ ഹിസ്റ്ററി പോയി നോക്കുകയാണെങ്കിൽ അവന് എത്ര മാപ്പ് ഉണ്ടാക്കി, എത്ര നേരം ആ മാപ്പിൽ കളിച്ചു, ആ മാപ്പിൽ എത്ര വട്ടം അവൻ ക്രിയേറ്റീവ് ചെയ്ത്, അവന് എത്ര വട്ടം സർവൈവ് ചെയ്ത്, അവൻ എത്ര വട്ടം തോറ്റ്, ഇതൊക്കെ അറിയാൻ കഴിയും. അത് ആ ഒരു മാപ്പിൽ സെറ്റിങ്സ് പോയാൽ. സോ ഗൈസ്, ഞാൻ അവൻ്റെ സെറ്റിങ്സ് പോയി നോക്കി. സോ അവൻ ക്രിയേറ്റീവ് ഈ ഒരു അക്കൗണ്ടിൽ ചെയ്തിട്ടില്ല. ഗൈസ്, എനിക്ക് പറയാനുള്ള, അവൻ ക്രിയേറ്റീവ് ഈ ഒരു അക്കൗണ്ടിൽ ചെയ്തിട്ടില്ല. പക്ഷെ അവന് നന്നായിട്ട് കളിക്കാനും അറിയാം കേട്ടോ. എന്നെക്കാട്ടി അവന് നന്നായിട്ട് കളിക്കാൻ അറിയാം. ഗൈസ്, അവന് ക്രിയേറ്റീവ് ചെയ്തിട്ടില്ല. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. സോ ഞാനാണത് ശരിക്കും നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടിയിരുന്നു. പക്ഷെ അവൻ സമ്മതിക്കാത്തതുകൊണ്ടാണ്. സോ മറ്റൊന്നും കൊണ്ടല്ല, അത് അവൻ്റെ ഒരു മൊബൈലാണ്. അപ്പോൾ പിന്നെ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. സോ എനിക്ക് ഉറപ്പ് പറയാനുള്ളത് 150 ഉറുപ്പ്യക്ക് ഉണ്ട്. 150 ഉറുപ്പ്യക്ക് എനിക്കാണ് ഇപ്പോൾ ലാഭം. പക്ഷെ അവൻ്റെ ഒരു ചങ്ക് ഫ്രണ്ട് ആയതുകൊണ്ട് എനിക്ക് തന്നെന്ന് മാത്രം. എനിക്ക് അതല്ല മനസ്സിലാവാത്തത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്തപ്പോ നടന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. ഫുള്ള് ഇത് ക്രിയേറ്റീവ് അല്ല, പക്ഷെ അവന് നല്ലോണം ഇത് ചെയ്തിട്ടുമുണ്ട്. ക്രിയേറ്റീവ് അല്ല, പക്ഷെ നല്ലോണം അവൻ ചെയ്തിട്ടുണ്ട്. ക്രിയേറ്റീവ് ആവാതെ നോക്കടാ. വീടിൻ്റെ സാധനങ്ങൾ പിന്നെ നോക്കണ്ട, നോക്ക്. ആർമറിപ്പം എൻ്റേത് റെഡി ആവും. എടൊക്കെ കറക്റ്റ് അതേ ഓർഡറിലാണോ വെച്ചിരിക്കണേ? കറക്റ്റ് അതേ അല്ല, കറക്റ്റ് ഓർഡർ അല്ല. ഇതിപ്പോൾ എന്താണ് ഇങ്ങനെ? അത് കറക്റ്റ് ഓർഡറിലാണ് എനിക്ക് ഗൈസ്. അടിപൊളി, എനിക്കൊന്നും പറയാനില്ല. വൈബ് സാധനം. ഇവിടെ പിക്ചറൊന്ന് വെച്ച് ഞാൻ. ഇവിടെ സോംബിയും ഉണ്ട്, സോംബി ചേട്ടനും ഉണ്ട്. അല്ല, അവിടെ ക്രീപ്പറും ഉണ്ട്. ക്രീപ്പർ ചേട്ടൻ്റെ അനിയനും. ഹലോ. അപ്പോൾ എനിക്ക് പറയാനുള്ള ഈ ഒരു വീട് കുഴപ്പമില്ലാത്തൊരു വീടാണ്. സോ വൈബാണ്, വീട് അടിപൊളിയായിട്ടുണ്ട്. സോ അപ്പോൾ അടുത്തൊരു വീഡിയോ വരെ എല്ലാവർക്കും ബൈ എന്ന് പറയണ മുമ്പേ ഒരു കാര്യം ചെയ്യാണ്ട്. സോ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ, നമുക്ക് കിടന്നുറങ്ങാം. അപ്പോൾ എല്ലാവർക്കും ബൈ. അടുത്ത വീഡിയോ എല്ലാവർക്കും ബൈ.